വോട്ടഭ്യർത്ഥിക്കുന്നതിന് പടന്നക്കാട് നെഹ്റു കോളേജിലെത്തിയ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെയും കൂടെയുണ്ടായിരുന്നവരെയും തടഞ്ഞു. സംഘർഷത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് സംഭവം. കോളേജ് ക്യാമ്പസിൽ നടന്ന സംഭവത്തിൽ സന്ദീപ് വാര്യർ, MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നാഫി പെരോൽ, നെഹ്റു കോളേജിലെ BSc ഫിസിക്സ് വിദ്യാർത്ഥി പടന്നക്കാട് കുറുന്തൂരിലെ വിഷ്ണു വത്സൻ, മുസ്ലിം ലീഗ് പെരിയോത്ത് വാർഡ് സെക്രട്ടറിയും മീഡിയ ടീം അംഗവുമായ അഹമ്മദ് മുജ്തബ, സ്ഥാനാർത്ഥിയുടെ പേഴ്സണൽ സ്റ്റാഫ് ലുക്മാൻ ഹക്കീം എന്നിവരെയാണ് പരിക്കുകളോടെ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നെഹ്റു കോളേജിൽ വോട്ട് ചോദിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ ഒരു സംഘം SFI പ്രവർത്തകർ ആക്രമിച്ചുവെന്നാണ് സന്ദീപ് വാര്യർ നൽകിയ പരാതി. വോട്ട് ചോദിക്കാൻ കോളേജിലെത്തിയപ്പോൾ തടയുകയും പിടിച്ചു തള്ളുകയും ചെയ്തു. തന്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും ആക്രമിച്ചു. സംഭവത്തിന് പിന്നിൽ SFI പ്രവർത്തകരാണെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. അക്രമത്തിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ UDF പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും നടത്തി. നിയോജക മണ്ഡലം ചെയർമാൻ AGC ബഷീർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ക്രൂരമായ നിലയിൽ അയാൾ ആക്രമിക്കാനും തടയുവാനുമുള്ള SFIയുടെ ശ്രമം അതിഭീകരമാവിധം ഈ മണ്ഡലത്തിനകത്തപ്പോൾ അങ്ങോളം ഇങ്ങോളം അഭൂതപൂർവമായ UDFന്റെ മുന്നേറ്റം കണ്ട് ആശങ്കയിലാണ് SFIക്കാരും DYFIക്കാരും മുന്നോട്ട് വരുന്നത്.